എല്ലാവർക്കും നമസ്കാരം. സിലബസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേട്ടിട്ടില്ലേ തന്നെ സൈക്കോളജി ബേസ് ചെയ്തിട്ടുള്ള ചില ചോദ്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യത്തെ വീഡിയോ കാണാത്തവര് അത് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്തായാലും നമുക്ക് മുന്നിലേക്ക് പോവാം. ആ, സ്ഥിരമായിട്ട് വരുന്ന ചില ചോദ്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത്. എന്റെ ഫോർമേഷൻ കുറച്ച് മാറ്റിയിട്ടുണ്ട്. അതുപോലെ മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ കൊണ്ടുവരാനും ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു PYQ എന്നുള്ള നിലയിലും ഈ ഒരു സെഷനെ എടുക്കാൻ പറ്റും. എന്തായാലും നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം: വൈഗോട്സ്കിയുടെ സിദ്ധാന്തങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വികസിപ്പിച്ചെടുത്ത വിദ്യാർത്ഥികൾക്കായുള്ള വായനാ പരിശീലന രീതി അറിയപ്പെടുന്നത് ഏത് പേരിലാണെന്നാണ്. ചോദ്യം മനസ്സിലായല്ലോ. വൈഗോട്സ്കിയാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ആദ്യത്തെ പോയിന്റ് മനസ്സിലാക്കുക. വായനാ പരിശീലന രീതിയുടെ പേരെന്താണ്, എന്താണ് അങ്ങനെ അറിയപ്പെടുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ഒരു ഉത്തരം കിട്ടുന്നതിലൂടെ തന്നെ രണ്ടോ മൂന്നോ കാര്യങ്ങളിലേക്ക് നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് പോകാൻ പറ്റും. ഒരു ചോദ്യം മാത്രമായി പഠിക്കാതിരിക്കുക, കുറച്ചും കൂടെ കൂടുതലായിട്ട് അറിയാൻ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ, പ്രതിക്രിയ അധ്യാപനം അല്ലെങ്കിൽ റെസിപ്രോക്കൽ ടീച്ചിങ്. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ചിലർക്ക് ഇംഗ്ലീഷ്, നമ്മളെല്ലാം ഇംഗ്ലീഷിലാണ് പരീക്ഷ എഴുതി സെം എക്സാം ഒക്കെ എഴുതി വന്നിട്ടുള്ളത്. പെട്ടെന്ന് ഒരു മലയാളം വാക്ക് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കഴിവതും ഇംഗ്ലീഷിലേക്ക് തന്നെ ആക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ. ക്വസ്റ്റ്യൻസ് അത് ബേസ് ചെയ്തിട്ടുള്ളത് കിട്ടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഞാനും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ തൽക്കാലം നമുക്ക് മലയാളം വെച്ച് തന്നെ മുന്നിലേക്ക് പോവാം. രണ്ടാമത്തേത് പ്രതിഫലന പരിശീലനം. മൂന്നാമത്തേത് സഹവർത്തിത പഠനം. നാലാമത്തേത് സിറ്റുവേറ്റഡ് പഠനം. ഓക്കെ, ഈ നാല് ചോദ്യങ്ങളാണ് ഉള്ളത്, അല്ലെങ്കിൽ നാല് ഉത്തരങ്ങളാണ് നമ്മളുടെ മുമ്പിലുള്ളത്. അപ്പൊ ഏതായിരിക്കാമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്നിട്ട് പറയും. ആലോചിക്കാനുള്ള സമയം എന്തായാലും, നമ്മളൊരു പരീക്ഷയാണെങ്കിൽ നമുക്ക് ആലോചിക്കാനുള്ള സമയം വേണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്നിട്ട് നമുക്ക് മുന്നിലേക്ക് പോകാം. വിദ്യാർത്ഥികൾക്കായിട്ടുള്ളതാണ് ആക്ച്വലി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തായാലും നോക്കാം. റെസിപ്രോക്കൽ ടീച്ചിങ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ വായനാ പരിശീലന രീതിയാണിത്, പരിശീലിപ്പിക്കുകയാണ് അവരെ. ഓക്കെ, കൈൻഡ് ഓഫ് ടീച്ചിങ് തന്നെയാണ് അവിടെ വരുന്നത്. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. താഴെ പറയുന്നതിൽ സാമൂഹിക നിർമ്മിതിവാദ സിദ്ധാന്തത്തെ പ്രതിനിധീകരിക്കാത്തത്, അതായത് അതുമായി ബേസ് ചെയ്യാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. പ്രതിനിധീകരിക്കുന്നതുണ്ട്, അതിലല്ലാത്തത്, ഇപ്പൊ ഈ കൂട്ടത്തിൽ പെടാത്തത് എന്ന് പറയില്ലേ, ഒറ്റയാനെന്നൊക്കെ പറയുന്ന പോലെ, അങ്ങനത്തെ ഒരു ചോദ്യമാണിത്. ഒന്ന്, സംഘ ചർച്ചയാണ്, അതായത് ഗ്രൂപ്പ് ഡിസ്കഷൻ ആണോ? ഓർത്ത് ചൊല്ലൽ, നമ്മൾ ഓർത്തിട്ട് പിന്നെയും പിന്നെയും പറയുന്നതാണോ? സഹവർത്തിത പഠനമാണോ? ഓക്കെ, അതായത് സഹവർത്തിതമായിട്ട് എല്ലാവരും ഒന്നിച്ചിരുന്നിട്ടുള്ള പഠനമാണോ? സംവാദം, അറിയാലോ, സംവാദാത്മകമായിട്ടുള്ള പഠനമാണോ? സംവാദം. ഓക്കെ, അപ്പൊ ഇതിലേതാണ് അതിൽ പ്രതിനിധീകരിക്കാത്തത്, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ് സാമൂഹിക നിർമ്മിതിവാദം, ഏതാണ്, ആരാണ് കൊണ്ടുവന്നതെന്നൊക്കെ ജസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കണ്ടു നോക്കാൻ വേണമെങ്കിൽ. എന്തായാലും നിങ്ങൾക്ക് അറിയുമെന്നും വിചാരിക്കുന്നു. അപ്പൊ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, ഉത്തരത്തിലേക്ക് പോവാം. ഓർത്തു ചൊല്ലലാണ്. കാരണം സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരാൾ ഒറ്റയ്ക്കിരുന്ന് ഓർത്ത് ചൊല്ലുകയാണെങ്കിൽ അയാളെ സഹായിക്കും, പക്ഷെ അത് എന്താ പറയാ, ആ ഒരു വാദത്തിനെ അല്ലെങ്കിൽ ആ ഒരു സിദ്ധാന്തത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതല്ല, അത് അദ്ദേഹത്തിന് മാത്രം നല്ലതായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിൽ ബേസ് ചെയ്യാത്ത കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഠന വൈകല്യത്തിൽ പെടുന്നത് ഏത്, അതായത് പഠന വൈകല്യം ആയിട്ടുള്ളത് ഏത് എന്നാണ് ചോദിക്കുന്നത്. ഒന്ന്, ആലേഖന വൈകല്യം. രണ്ട്, സ്വഭാവ വൈകല്യം. മൂന്ന്, ഉദ്വേഗ വൈകല്യം. നാല്, ഉച്ചാരണ വൈകല്യം. ഈ മലയാളം വാക്കുകളൊക്കെ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളൊരു സ്കൂളിൽ പഠിപ്പിക്കാൻ പോകാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം മലയാളം അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിക്കണം. സാധാരണയായിട്ട് പഠിക്കുന്നത് മാത്രം റോട്ട് ലേൺ ചെയ്തിട്ട് പോയിട്ട് പരീക്ഷ എഴുതി പാസ്സായിട്ട് ഒരു കാര്യവുമില്ല. ഓക്കെ, അപ്പൊ കുറച്ച് അറിവ് സമ്പാദിക്കാനും കൂടെ ശ്രദ്ധിക്കണം. എന്തായാലും ഈ ഒരു ഉത്തരത്തിലേക്ക് പോവാം. ഇതില് പഠന വൈകല്യം ആയിട്ടുള്ളത് ഏത് എന്നാണ് ചോദിക്കുന്നത്. ഇതിൽ ഏതാണ് പഠന വൈകല്യം? ചിലതൊക്കെ നിങ്ങൾക്ക് എലിമിനേഷൻ ടെക്നിക്ക്, ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇനിയും ഞാൻ പറയും, എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിക്കുക. ജസ്റ്റ് അപ്പൊ തന്നെ സ്ക്രാച്ച് ചെയ്ത് കളയുക, ബാക്കിയുള്ളതിനെ മാത്രം എടുക്കുക. പഠന വൈകല്യം ഏതാണ്? ഓക്കെ, ഉത്തരത്തിലേക്ക് പോവാം. ആലേഖനമാണ്. ആലേഖനം എന്ന് പറഞ്ഞാൽ എന്താ? എഴുതാൻ പറ്റാത്തത്. അതിനൊരു ഇംഗ്ലീഷ് വാക്കുണ്ട് ആക്ച്വലി. കുറെ പഠന വൈകല്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഏതാണ് അതൊന്ന് ബാലൻസ് ചെയ്ത് കണ്ടെത്തി നോക്കുക. അടുത്തിലേക്ക് പോവാം. നമുക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ്. എ ചൈൽഡ് വിത്ത് ഹിയറിംഗ് ആൻഡ് സ്പീച്ച് ഇംപയർമെന്റ്, ബുദ്ധിമുട്ടുള്ളത്, ഈസ് ടു, എന്താണ് അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കേണ്ടത്? കേൾക്കാനും സംസാരിക്കാനും ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിക്ക് എങ്ങനെയാണ് നമ്മൾ സഹായിക്കുക?
give reward from time to time, provide seat in the front row of the class, provide counseling every week, prevent interaction with normal children. രണ്ടെണ്ണം നമുക്ക് എന്തായാലും എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും, അത് ഉറപ്പിച്ചേക്കുക. അത് ഏതൊക്കെയാണെന്ന് മനസ്സിലായോ? ബാക്കി രണ്ടെണ്ണത്തില വേണമെങ്കിൽ ഉത്തരം സംശയം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പറയാനുള്ളത്. ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിനൊന്നും അധികം സമയം കളയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഒരു ചോദ്യ രൂപത്തിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ ടെൻഷൻ അടിക്കാതിരിക്കുക, നന്നായിട്ട് പരീക്ഷ എഴുതാൻ ശ്രമിക്കുക. എന്താ നമുക്ക് അദ്ദേഹത്തെ സഹായിക്കാൻ പറ്റുക? റിവാർഡ് എല്ലാ പ്രാവശ്യവും കൊടുത്തിട്ട് കാര്യമുണ്ടോ? അദ്ദേഹത്തിന് ഇമ്പയർമെന്റ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ റിവാർഡ് എല്ലാ പ്രാവശ്യവും കൊടുത്തിട്ട് കാര്യമില്ല. എന്താ ചെയ്യേണ്ടത്? പ്രൊവൈഡ് സീറ്റ് ഇൻ ദ ഫ്രണ്ട് റോ. ആദ്യം തന്നെ അദ്ദേഹത്തിനെ ഇരുത്താൻ ശ്രമിക്കുക. നമുക്ക് അങ്ങനെ അദ്ദേഹത്തിനെ സഹായിക്കാൻ പറ്റുള്ളൂ, അല്ലേ? ഓക്കെ, അടുത്തത്. താഴെ പറയുന്നവയിൽ ബുദ്ധിപരമായ പരിമിതിയുള്ള കുട്ടികളെ സഹായിക്കുന്നതിന് ഗുണകരം അല്ലാത്ത സമീപനം. എപ്പോഴും ആ വാക്ക് മുഴുവനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ പിന്നെ നമ്മളെ പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും കൂടെ വായിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ബുദ്ധിമുട്ടാണ് അല്ലയോ എന്ന് നമുക്കറിയില്ല, പക്ഷേ നിങ്ങൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് വായിച്ചു പോകാൻ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. അത് നിർബന്ധമാണ്. ഓക്കെ, ഒന്നാമത്തേത് പ്രവർത്തനാധിഷ്ഠിതമായ പഠനരീതി സ്വീകരിക്കൽ. അതായത് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിലുള്ള പഠനരീതി കൊടുക്കുക. അല്ലെങ്കിൽ പഠന ബോധന സമയം പരമാവധി വർദ്ധിപ്പിക്കുക. നിങ്ങൾ ആലോചിക്കുക, ക്വസ്റ്റ്യനിൽ ഗുണകരം അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്, ഗുണകരം ആയതല്ല. കുട്ടിയുടെ പോസിറ്റീവായ ഏത് പ്രകടനത്തെയും പ്രോത്സാഹിപ്പിക്കുക. അനുക്രമമായി കാര്യങ്ങൾ ചെയ്യാൻ അവസരം നൽകുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു കുട്ടിക്ക് ഗുണകരമല്ലാത്തത് ഇതിൽ ഏതാ വരുന്നത്? ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. എളുപ്പമുള്ള ചോദ്യം. പഠന ബോധന സമയം പരമാവധി വർദ്ധിപ്പിക്കുക. ഇപ്പൊ നോക്കൂ, കുറച്ച് സ്ലോ ലേണറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ സമയം ഇറിറ്റേറ്റ് ചെയ്ത് പഠിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, ബാക്കിയുള്ള സഹായങ്ങളും കൂടെ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അതുകൊണ്ടാണ് കുറേ സമയം ഒരാളെ ഇരുത്തി പഠിപ്പിക്കരുത് എന്ന് പോലും നമ്മൾ പറയുന്നത്. ഇടവിട്ട് പഠിപ്പിക്കാം, പക്ഷെ കണ്ടിന്യൂസ് ഒരു 4 മണിക്കൂറൊന്നും ഒരാൾക്കും താങ്ങില്ല. ഇപ്പൊ നമ്മളുടെ ഒരു റിട്ടൻഷൻ ടൈം പോലും 5-10 സെക്കൻഡാണ്. നമ്മൾ റീല് കാണുമ്പോൾ ഒറ്റ സ്വൈപ്പാണ്. അങ്ങനെയുള്ളപ്പോൾ ഈ കുട്ടികൾക്കും വ്യത്യാസം വരുമല്ലോ. എന്തായാലും പഠന ബോധന സമയം വർദ്ധിപ്പിക്കാതിരിക്കുകയായിരിക്കും നല്ലത്. എങ്ങനെ? ബുദ്ധിപരമായി പരിമിതിയുള്ള കുട്ടികളിൽ. ഇനി കാഴ്ച പരിമിതിയുള്ള കുട്ടികളെ പരിഗണിക്കുന്നതിന് ഏറ്റവും യോജിച്ച സമീപനം ഏത്? കാഴ്ച പരിമിതിയുള്ള കുട്ടികളെ എങ്ങനെ പരിഗണിക്കാം? ഒന്ന്, ആശയാവതരണത്തിന് അധ്യാപിക മാഗ്നിഫയറുകൾ ഉപയോഗിക്കുക. മാഗ്നിഫയർ എന്താണെന്ന് അറിയാമല്ലോ. അടുത്തത്, ആകർഷകമായ ചിത്രങ്ങൾ കൂടുതലായി ഉപയോഗിക്കുക. അപ്പൊ കാഴ്ച പരിമിതിയുള്ള ആളാണ്, ഓരോ വാക്കും പലവട്ടം ആവർത്തിച്ച് എഴുതിക്കുക. പഠനത്തിൽ മറ്റിന്ദ്രിയങ്ങളുടെ സാധ്യത പ്രയോജനപ്പെടുത്തുക. ഇത് കുറച്ചൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ പറയാം. അത്ര കൺഫ്യൂസിങ് അല്ല, എന്നാലും ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കിയതിൽ ഒരു 1-2 ഓപ്ഷൻ ഒരേപോലെ തോന്നുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം. എന്തായാലും നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം, അല്ലേ? കിട്ടിയിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക്. പഠനത്തിൽ മറ്റിന്ദ്രിയങ്ങളുടെ സാധ്യത പ്രയോജനപ്പെടുത്തുക. കാഴ്ച മാത്രം ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ അവർക്ക് വേറെയും കേൾക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനും കൂടെ നമ്മൾ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം, അത് പദാനുപത തർജ്ജമയാണ്. അപ്പൊ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ് ആക്ച്വലി പറയുന്നത്. എന്തുകൊണ്ടാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വേണമെന്ന് നമ്മൾ പറയുന്നതിനുള്ള കാരണം? ഓക്കെ, എന്തുകൊണ്ട് വേണം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ? എന്താണ് നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വരാനുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. മറ്റുള്ള കുട്ടികളെ കണ്ടു പഠിക്കാൻ കഴിയുന്നു. സാമൂഹീകരണം എന്ന വിദ്യാഭ്യാസ ലക്ഷ്യം നേടാൻ കഴിയുന്നു. പരീക്ഷകളിൽ വിജയിക്കാൻ കഴിയുന്നു. എല്ലാ കുട്ടികളെയും ഒരേ നിലവാരത്തിലെത്തിക്കാൻ കഴിയുന്നു. ഒരു രണ്ടെണ്ണമൊക്കെ ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. നോക്കൂ, എന്തിനാണ് എല്ലാവരെയും ക്ലാസ് മുറികളിൽ എത്തിക്കുന്നതിന്? ഇതിന് ഒറ്റ ഉത്തരമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തിനാണ്? ഡെമോക്രാറ്റൈസേഷൻ അല്ലെങ്കിൽ സാമൂഹീകരണം എന്ന വിദ്യാഭ്യാസ ലക്ഷ്യം നേടിയെടുക്കണം. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പണമുള്ളവനും പണമില്ലാത്തവനും കറുത്തവനും വെളുത്തവനും എല്ലാവരും ഒന്നിച്ച് വരേണ്ട സമൂഹമാണ് നമ്മുടെ. ഓക്കെ, അപ്പൊ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ അത് നടക്കില്ല. പണ്ടത്തെ 1900 അല്ലെങ്കിൽ 1800 കാലഘട്ടമല്ല ഇപ്പോൾ ഉള്ളത്. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഓക്കെ. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഠന വൈകല്യത്തിൽ പെടുന്നത് ഏത്? നേരത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, ആലേഖന വൈകല്യമാണോ? സ്വഭാവ വൈകല്യമാണോ? ഉദ്യോഗ വൈകല്യമാണോ?
ഉച്ചാരണ വൈകല്യമാണോ? ഏതാണ്? ആലേഖന വൈകല്യം ആണ്. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഠന വൈകല്യത്തിൽ പെടാത്തത് ഏത്? ഇത് ഏതാണെന്ന് ആലോചിച്ച് വായിക്കേ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഠന വൈകല്യത്തിൽ പെടാത്തത് ഏത്? ഓക്കെ, ഇത് എളുപ്പമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന് ഡിസ്ലെക്സിയ, അനോറക്സിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്ഗ്രാഫിയ. ഏതാണെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഉത്തരത്തിന് ഇനി താമസമൊന്നും ഇല്ലല്ലോ. എന്തായാലും മൂന്ന് പേര് നമ്മൾ കേട്ടതാ. അപ്പൊ പെടാത്തത് ഏതാണെന്ന് മാത്രം ആലോചിച്ചാൽ മതി. അനോറക്സിയ. അപ്പൊ എന്താ അനോറക്സിയ എന്ന് പറയുന്നത്? അത് ഈറ്റിംഗ് ഡിസോർഡർ ആണ്. വെയിറ്റ് സ്വാഭാവികമായിട്ടും കുറയുന്ന അസുഖമായിട്ട് നമ്മൾ കണക്കാക്കുന്നതാണ് അനോറക്സിയ എന്ന് പറയുന്നത്. ഒൻപതാമത്തെ, വിഷ്വലി impaired learner in an English class should be provided with. വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ഒരാൾ കുട്ടിയെ എങ്ങനെ സഹായിക്കാം? നമ്മൾ നേരത്തെ ഒരു ചോദ്യം ഇതുപോലെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണുള്ളത്? വീഡിയോ പ്രസന്റേഷൻ കൊടുക്കാം, റീഡിംഗ് കാർഡ്സ് ആവാം, നറേറ്റീവ് പ്രസന്റേഷൻ ആവാം, അഡീഷണൽ വർക്ക്ഷീറ്റ് കൊടുക്കാം. ബുദ്ധിമുട്ടുള്ള ഒരു കുഞ്ഞിനെ പിന്നെ അഡീഷണൽ വർക്ക്ഷീറ്റ് കൊടുക്കുന്നതാണോ നല്ലത്? അല്ലല്ലോ. അങ്ങനെ കൊടുക്കുന്ന അധ്യാപകരുണ്ടെങ്കിൽ അവർ തെറ്റല്ലേ ചെയ്യുന്നത്? അപ്പൊ ഏതാ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? നറേറ്റീവ് പ്രസന്റേഷൻ ആണ്. നറേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ. നറേറ്റ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് വലിയൊരു കഴിവായിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട്. നല്ല ഒറേറ്റേഴ്സ്, സുകുമാർ അഴീക്കോട് സാറിനെ പോലെയുള്ള ആൾക്കാർ, എം സാനു മാഷിനെ പോലെയുള്ള ആൾക്കാർ, നിങ്ങൾ അവരുടെയൊക്കെ പ്രസംഗങ്ങൾ യൂട്യൂബിൽ എടുത്ത് കേട്ട് നോക്കണം. ഓക്കെ, ഈ യൂട്യൂബിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ സമയം കളയുന്നതിന് പകരം ഇടയ്ക്ക് ഇങ്ങനത്തെ കുറച്ച് നല്ല ആൾക്കാരുടെ പ്രസംഗങ്ങളൊക്കെ എടുത്തൊന്ന് കേട്ട് നോക്കുക. സാനു, അഴീക്കോട് മാഷ്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെയൊക്കെ പ്രസംഗങ്ങൾ കേട്ട് നോക്കാം. അപ്പൊ ഇവിടെ എന്തായാലും പറഞ്ഞു വന്നത് എന്താന്ന് പറഞ്ഞാൽ നറേറ്റീവ് പ്രസന്റേഷൻ ആണ് വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ഒരു ലേണർക്ക് കൊടുക്കാൻ ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി കേൾവിക്ക് വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക്, കേൾവിയാണ് ഭാഷാ പഠന ക്ലാസ്സിൽ കൂടുതലായി ലഭിക്കേണ്ടത് എന്താണ്? കേൾവിക്കാണ് ബുദ്ധിമുട്ട്, അത് ഭാഷാ പഠന ക്ലാസ്സും കൂടിയാണ്. എന്താണ് കൂടുതലായിട്ട് കൊടുക്കാൻ നല്ലത്? ബ്രെയിലി ലിപിയിലുള്ള പുസ്തകങ്ങൾ, ലേഖനത്തിലുള്ള ധാരാളം അവസരങ്ങൾ കൊടുക്കുക. ലേഖനം, ഓക്കെ, ലേഖനങ്ങൾ വായിക്കാനുള്ളത്. ദൃശ്യാനുഭവങ്ങളുടെ പരമാവധി പ്രയോജനം, ദൃശ്യാനുഭവം, ദൃശ്യം കാണിച്ചു കൊടുക്കുക. ശ്രവ്യമായ അനുഭവം, കേൾവിയുമായിട്ട് ബന്ധപ്പെടുന്നത് ചെയ്തു കൊടുക്കുക. ഓക്കെ, ഇതിലേതാണ് ഏറ്റവും നല്ലതായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുക? ദൃശ്യങ്ങളാണ്. കേൾവിയാണ് അദ്ദേഹത്തിന് ബുദ്ധിമുട്ട്. കേൾക്കാൻ കുറച്ച് കുറവാണെങ്കിൽ നമുക്ക് കാണിച്ചു കൊണ്ട് പഠിപ്പിക്കാം. നമ്മൾ ഇതേപോലത്തെ ഒരു ചോദ്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദൃശ്യാനുഭവങ്ങൾ കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാൻ സഹായിക്കുക. ദൃശ്യത്തിലൂടെ പഠിപ്പിക്കാൻ ശ്രമിക്കുക. നമ്മളിപ്പോ IT ഒക്കെ വന്നിട്ടുണ്ട് സ്കൂളുകളിൽ, എല്ലായിടത്തും ICT വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അടുത്തത്, എ ടീച്ചിങ് സ്ട്രാറ്റജി സ്യൂട്ടബിൾ ഫോർ എ ചൈൽഡ് വിത്ത് ഹിയറിംഗ് ആൻഡ് സ്പീച്ച് ഇമ്പയർമെന്റ് ഈസ് ടു. മനസ്സിലായോ? ഹിയറിംഗ് ആൻഡ് സ്പീച്ച് ഇമ്പയർമെന്റ് ഉള്ള ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് നമുക്ക് ടീച്ചിങ് സ്ട്രാറ്റജിയിലൂടെ നന്നാക്കാൻ പറ്റുക? എന്താ അത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പോസിബിലിറ്റി ഒരു ടീച്ചർക്ക്? അതാണ് ചോദിക്കുന്നത്. ഗീവ് റിവാർഡ്, അതായത് സമ്മാനങ്ങൾ. ഗീവ് റിവാർഡ് ഫ്രം ടൈം ടു ടൈം, സമയാസമയങ്ങളിൽ നമ്മൾ ഈ ഇന്റർവെല്ലിന് ബെല്ലടിക്കുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. പ്രൊവൈഡ് സീറ്റ് ഇൻ ദ ഫ്രണ്ട് റോ. ഓക്കെ, പ്രൊവൈഡ് കൗൺസിലിംഗ് എവ്രി വീക്ക്. പ്രിവെന്റ് ഇന്ററാക്ഷൻ വിത്ത് നോർമൽ ചിൽഡ്രൻ. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെയുള്ള ഒരു ചോദ്യമാണ്. എന്താ ചെയ്യുക? ഫ്രണ്ട് റോയിൽ ഇരുത്താൻ പഠിക്കുക. ഇത് 2 പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇനി കോക്ലിയർ ഇംപ്ലാന്റ് എന്ന ചികിത്സാ രീതി സ്വീകരിക്കുന്നത് ഏത് പരിമിതി പരിഹരിക്കാനാണ്? ഈ ഒരു വാക്ക് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയണം, കുറച്ചൊക്കെ ബോധം നമുക്കുണ്ടല്ലോ. ടീച്ചർമാരാവുന്നതിന് മുമ്പ് 8ലും 9ലും 10ലും ഒക്കെ നമ്മൾ സയൻസ് പഠിച്ചിട്ട് വന്നിട്ടുള്ളവരാണ്. കോക്ലിയർ ഇംപ്ലാന്റ് ബുദ്ധി പരിമിതിക്കാണോ, ചലന പരിമിതിക്കാണോ, ശ്രവണത്തിനാണോ, കാഴ്ചക്കാണോ? ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ. കോക്ലിയർ എവിടെയുള്ള മസിൽ അല്ലെങ്കിൽ എല്ലിന്റെ ഒരു ഭാഗമാണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. എവിടെയാണുള്ളത്? ശ്രവണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ കോക്ലിയർ ഇംപ്ലാന്റ്, ഹെയർ ഇംപ്ലാന്റ് കേട്ടിട്ടുണ്ടല്ലോ. അപ്പം ശ്രവണ പരിമിതിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. കാഴ്ചക്കുറവുള്ളവർക്കായി സ്വീകരിക്കുന്ന പഠനോപാധികളിൽ പെടാത്തത് ഏത്? കാഴ്ച ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ പഠനത്തിന് സഹായിക്കുന്നുണ്ട്, അതിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. മാഗ്നിഫയറുകളുണ്ട്, ലാർജ് പ്രിന്റ് ബുക്സ് ഉണ്ട്, കണ്ണടകളുണ്ട്, ബ്രെയിലി ലിപിയിൽ അച്ചടിച്ച പുസ്തകങ്ങളുണ്ട്. ശ്രദ്ധിച്ചു വായിക്കണേ. ഈ ഒരു ചോദ്യം നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ പാകത്തിനുള്ള ഒരു ചോദ്യം, പക്ഷെ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ചോദ്യം. ഒന്നങ്ങോട്ട് ആ ഒരു പോയിന്റ് അടിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏതാ?
ബ്രെയിലി ലിപിയിൽ അച്ചടിച്ച പുസ്തകങ്ങൾ. കാഴ്ച ഇല്ലാത്ത മക്കൾക്കല്ല, കാഴ്ച കുറവുള്ള മക്കൾക്കാണ്. ഓക്കെ, കുറച്ച് കാഴ്ച കുറവേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ അവർക്ക് ഒരിക്കലും ബ്രെയിലി ലിപി കൊടുക്കേണ്ട ആവശ്യമില്ല. സാധാരണ വായിക്കാൻ പറ്റുന്ന മക്കളാണ് അവർ. ഓക്കെ, അടുത്തത് ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ അവകാശങ്ങൾക്ക് പിന്തുണയേകുന്ന ആക്ട് ഏതാണ്? വളരെ എളുപ്പമുള്ളതാ, തെറ്റിക്കരുത് ഇതൊന്നും. RTI, PWD, പോക്സോ. അയ്യോ, പോക്സോ ഒക്കെ എന്ന് പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കില്ലേ എന്ന് പറയാറില്ലേ, പോക്സോ. അപ്പൊ ഏതാണ് ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ അവകാശങ്ങൾക്ക് പിന്തുണയേക്കുന്ന ആക്ട്? സംശയമില്ല, PWD ആക്ട് ആണ്. ഓക്കെ, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി. ബുദ്ധിമുട്ടില്ലല്ലോ. അടുത്തതിലേക്ക് പോവാം. ഇത് എന്നാണ് പ്രാബല്യത്തിൽ വന്നത്? ഇത് കേട്ടിട്ടുള്ള ചോദ്യം, നമ്മളെല്ലാം ബ്രാക്കറ്റിൽ കൊടുക്കുന്നത് അതുകൊണ്ടാണ്. 1996, 86, 1976, 2006. ഉത്തരം ഞാൻ എന്തായാലും ഇത് ഞാൻ നിർത്തുന്ന ഒരു ചോദ്യമായതുകൊണ്ട് ഉത്തരം ഓൾറെഡി തന്നിട്ടുണ്ട്. 1996 PWD ആക്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, ഉപകാരമാവുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ ആൻഡ് സീ യു.